യുദ്ധം വേണ്ട, വളരുന്ന തലമുറയ്ക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നത്തിൽ UN പ്രത്യേകമായി വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. പാലസ്തീൻ ജനതയ്ക്ക് പ്രത്യേകമായ രാജ്യം അതിർത്തി നിശ്ചയിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള സന്നദ്ധ തയ്യാറാകണം. അതനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് അത് നിശ്ചയിച്ച് കൊടുത്തു. ആ പാലസ്തീൻ്റെ അതിർത്തി ഒരു തരത്തിലും UN-ന്റെയും ലോകരാജ്യങ്ങളുടെയും മധ്യസ്ഥയിലെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ UN തീരുമാനത്തെ പോലും കാറ്റുപറത്തിക്കൊണ്ട് വയലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ? ഇറാനുമായി യാതൊരു പ്രശ്നവും ഇസ്രായേലിനില്ല. ഏകപക്ഷീയമായി ഇറാന് നേരിൽ മിസൈൽ വർഷം നടത്തിക്കൊണ്ടാണ് ഇറാൻ പ്രകോപനം ഉണ്ടാക്കുന്നത്. അമേരിക്ക ഇസ്രായേലും നടത്തുന്ന പൊതുവായ സമീപനം എന്താ നമ്മൾ നിശ്ചയിക്കുമ്പോൾ? ആണവായുധ ശേഖരണം ഇറാൻ നടത്താൻ പാടില്ല. അതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. രണ്ട് കാലിലും മന്ദുള്ളവൻ ഒരു കാലിലും മന്ദുള്ളവനെ കുറ്റം പറയുന്നവരാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന രാജ്യങ്ങളൊന്നും അമേരിക്കയാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്. അവരാണ് പറയുന്നത് ലോകത്ത് നിരായുധീകരണം പകരം ആണവ നിരായുധീകരണത്തിന് വേണ്ടിയുള്ള വക്താക്കളായി രംഗത്ത് വരുന്നത് ആണവായുധങ്ങളുടെ ശേഖരം കയ്യിലുള്ള ആളുകൾ. അവരുടെ ആണവ നോൺ പോളിഫറേഷൻ ട്രീറ്റി എന്നാണ് പറയുന്നത്, അണ്വായുധ നിരോധന കരാർ, അതിന് പങ്കാളിയാണെന്ന് പറയുന്നത്. ഇന്ത്യയെ കൊണ്ട് പിടിച്ചല്ലോ. ഇന്ത്യക്ക് വിരോധം സ്വീകരിക്കുക ഇടതുപക്ഷ ജനാധിപത്യം ഇന്ത്യ രാജ്യത്തിന്റെ UPA ഗവൺമെന്റ് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അന്ന് സാമ്രാജ്യത്തിന്റെ അമേരിക്കയുടെ ദാസന്മാരായി കോൺഗ്രസ്മാർ ഇതിന്റെ ഉദാഹരണമായിരുന്നു അന്ന് കണ്ടത്. അന്നാണ് ആണവായുധ നിരോധന കരാറിൽ ഒപ്പിടുന്നതിന്റെ പേരിൽ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം ആ ആണവ കരാർ ഒപ്പിടുന്നതിന്റെ പേരിൽ പിന്തുണയ്ക്കുന്ന നിലയുണ്ടായത്. ഇപ്പൊ എന്താ പുതിയത് വന്നിരിക്കുന്നത്? BJP കോൺഗ്രസ് ഇരുന്നാണ് അമേരിക്കയെയും അവിടുത്തെ ഭരണാധികാരികളെ സ്വീകരിച്ചെങ്കിൽ BJP കിടന്ന് സ്വീകരിക്കുക. കാണുമ്പോഴേ പഞ്ചമച്ചോടൊക്കെ താഴെ വീഴുക. എല്ലാ തരത്തിലുള്ള രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അമേരിക്കയുടെ ഫണ്ട് ഉപയോഗിക്കുക. അമേരിക്ക തന്നെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടതിന് വേണ്ടി ഫണ്ട് കൊടുത്തുവെന്ന് അമേരിക്ക പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിലടക്കമുള്ള അതിനുള്ള ഇടപെടലാണ്. അതിനുവേണ്ടി ഭരണകൂടങ്ങൾ നിന്ന് കൊടുക്കലാണ്. അങ്ങനെ നിന്ന് കൊടുക്കാത്ത എല്ലാ ഭരണകൂടങ്ങളുടെയും മുകളിൽ സൈനിക ശക്തിയും ഉപരോധം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇടപെടുക എന്ന നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ നാറ്റോ സഖ്യത്തെ ഉപയോഗിച്ചാണ് അതിരിക്കുന്നത്. റഷ്യയ്ക്ക് മേൽ നടക്കുന്ന ആക്രമണത്തിനും റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന ആക്രമണത്തിന്റെ ഒരു ഭാഗത്ത് നാറ്റോ സഖ്യത്തിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ലോകത്തെ ഏത് ശക്തികൾ പരിശോധിച്ചാലും ലോകത്തെ എല്ലാ ശക്തികളുടെ പിന്നിലും അമേരിക്കയുടെ കൈകൾ കാണാൻ കഴിയുമെന്നത് ഏറ്റവും അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് ലോകത്താണ് നടന്നുവരുന്നത്. ആ പ്രതിഷേധത്തിൽ ഭാഗമാണ് നമ്മുടെ പ്രതിഷേധവും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുകയാണ്. വിവാദം ഐക്യദാർഢ്യം 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 പാലസ്തീനും ഐക്യദാർഢ്യം ഐക്യദാർഢ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു യുദ്ധത്തോടും അനുകൂലിക്കുന്നവരല്ല. എല്ലാ യുദ്ധങ്ങളും ചെന്ന് ഭവിക്കുന്നത് ആ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുക്കാൻ മാത്രമേ ചരിത്രം പരിശോധിച്ചാൽ ഇന്നേ വരെയുള്ള എല്ലാ യുദ്ധങ്ങളുടെയും ആത്യന്തിക ഫലം അതാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും സമാധാനപരവും സൗഹാർദ്ദവുമായ ചർച്ചകളാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വൈദേശികവും ആഭ്യന്തരവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തേണ്ടത് എന്നുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തും ഇന്ത്യയിലും അതിൻ്റെ സുപ്രഖ്യാപിതമായ നിലപാട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ കാരണങ്ങൾ നിരത്തുന്ന രാജ്യങ്ങളിൽ ഇന്ന് നടമാടുന്ന യുദ്ധത്തിൻ്റെ കാരണത്തിലേക്ക് നാം തോന്നുമ്പോൾ വംശീയതയുടെ ക്രൂരമായ വൈരാഗ്യം, ആയുധങ്ങൾക്ക് തീ കൊടുത്തു വിടുന്നതിലൂടെ ആ ഇസ്രായേൽ എന്ന് പറയുന്ന
ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ ചോരക്കൊതി ലോകത്ത് അവസാനിച്ചിട്ടില്ല എന്നതാണ് സമാധാന സ്നേഹികളെ അമ്പരപ്പിക്കുന്നത്, അവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇത്തരം ഏകാധിപതികളായ ക്രൂരന്മാരായ മനുഷ്യന്റെ ചോര വീഴുമ്പോൾ, അവൻ്റെ ജീവൻ പൊലിയുമ്പോൾ, അവൻ കത്തിയെരിയുമ്പോൾ അത് കണ്ട് വംശീയതയുടെ പേരിൽ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നരിച്ചീറുകൾ ലോകത്തെവിടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശവക്കല്ലറകൾ തെളിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് യുദ്ധം വേണ്ട, വളരുന്ന തലമുറയ്ക്ക് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്തി മുന്നേറുമ്പോൾ എല്ലാ നല്ല മനസ്സുകളും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മയെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.